ലച്ചുമോൾക്ക് വിശക്കുന്നുണ്ട്. ആ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വാമ്പിളി, നമുക്ക് വല്ലതും കഴിച്ചിട്ട് കിടക്കാം. തൽക്കാലം രഘുവേട്ടനോടൊന്നും പറയാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നു. മതി മോളെ, മതി മതി മതി, ചിരു കൊടുക്ക്. ആ, നീ കൂടെ ഇരുന്ന് കഴിക്കാനോ? ഇല്ലച്ചാ, ഭാനുമ്മ ഞാനും ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. ചേച്ചി ഭാനുമ്മയെ കൂടെ വിളിച്ചോ? കുഞ്ഞുങ്ങളുടെ അടുത്ത് മഞ്ചാടിയില്ലേ? മഞ്ചാടി എന്തോ വായിച്ചോണ്ടിരിക്കുക. അവളെ ബുദ്ധിമുട്ടിക്കണ്ട. നീ കഴിച്ചിട്ട് പോയാ ഭാനുമ്മ ഇങ്ങോട്ട് വരും. അത് മതി. അത് ശരി. ശബരി മഞ്ചാടി മോൾക്കൊരു ഹോസ്റ്റൽ ശരിയാക്കി കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? അവൻ നാളെ വരുമായിരിക്കും. വരും അച്ഛാ. മഞ്ചാടി അവനെ വീണ്ടും വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അവള് നാളെ ഹോസ്റ്റലിലേക്ക് മാറുമെന്നുള്ള ആവേശത്തിലാ. ഞാൻ രാവിലെ തന്നെ പഞ്ചരത്നത്തിലേക്കൊന്ന് പോയാലെന്ന് വിചാരിക്കുക. രഘുവിനെ പോലീസ് വിട്ടയച്ചെങ്കിലും അവന്റെ അമ്പിളിയുടെയും കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കര പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പാവങ്ങളെ വീണ്ടും വീണ്ടും ദൈവം പടുകുഴിയിലേക്ക് തള്ളിവിടുക. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ രഘുവേട്ടന് പങ്കൊന്നുമില്ലെന്ന് പോലീസിന് ഉറപ്പല്ലേ അച്ഛാ? അതുകൊണ്ടല്ലേ രഘുവേട്ടനെ വിട്ടയച്ചത്. പിന്നെന്താ പ്രശ്നം? രഘുവിനെ പോലീസ് വിട്ടയച്ചെങ്കിലും അവന് നല്ല ടെൻഷനുണ്ട്. ഞാൻ വിളിച്ചപ്പോ അവനത് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് രഘുവേട്ടന് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അച്ഛാ?